കുറെ ആളുകൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ബ്രോക്കറേജ് ഒരു ട്രേഡിന് 20 രൂപയാണ് നമുക്ക് സാധാരണ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ചാർജ് ചെയ്യണേ. പക്ഷെ ചിലപ്പോൾ നമ്മൾ ട്രേഡിംഗ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ടോട്ടൽ ബ്രോക്കറേജ് 250 രൂപ എല്ലാം പോയി, ചില ആൾക്കാർക്ക് 25 രൂപ പോയി, ചില ആൾക്കാർക്ക് 300 പോയി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യണ കൂടുതൽ ആൾക്കാരും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് ചെയ്യുക. ഇതിലെല്ലാം നമുക്കൊരു ട്രേഡിന് 20 രൂപ മാത്രമാണ് ബ്രോക്കറേജ് വരണേ. അതെല്ലാത്തിലും അത് സെയിം ആയിരിക്കും. ഇനി നമുക്ക് അല്ലാണ്ട് വരുന്ന കുറച്ച് ചാർജുകളാണ് STT, എക്സ്ചേഞ്ച് ചാർജ്, GST, സെബിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഈ STT എന്താന്നുള്ളത്. ഈ STT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിന് ഓഹരികളോ സെക്യൂരിറ്റികളോ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന ഒരു നികുതിയാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു നിഫ്റ്റി 75 റുപ്പീസ് ആണ് ഒരു ലോട്ട് സങ്കല്പിക്കാം. അപ്പോൾ ഒരു 75 റുപ്പീസ് ലോട്ടുള്ള ഒരു നിഫ്റ്റി നമ്മൾ 50 രൂപയുടെ ഒരു ലോട്ട് നമ്മൾ വാങ്ങി. 50 × 75 നിങ്ങൾക്ക് ആകെ വരിക 3750 രൂപയാണ് വരിക. അപ്പൊ അതിനെ നോക്കൂ, ബ്രോക്കറേജ് നമുക്ക് വരുന്നത് 20 രൂപ ബ്രോക്കറേജ്. അത് ഒരു ലോട്ടിന് ആകെ 20 രൂപയാണ് ബ്രോക്കറേജ് വന്നത്. ഇതിന്റെ സെൽ വാല്യൂന്റെ ആണ് നമ്മളെ സെയിം റേറ്റിൽ വാങ്ങി സെയിം വിലയ്ക്ക് വിറ്റു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഇതിന്റെ 20 രൂപയാണ് ബ്രോക്കറേജ്. STT എങ്ങനെ വരണേ? സെൽ വാല്യൂന്റെ 0.0625%, ഏകദേശം ഒരു 2 രൂപ മാത്രമാണ് നമുക്ക് STT വരുന്നത്. എക്സ്ചേഞ്ച് ചാർജ് ഒരു 3 രൂപയും GST വരുന്നത് എങ്ങനെയാണ്? ബ്രോക്കറേജ് പ്ലസ് എക്സ്ചേഞ്ച് ചാർജ്, അതിന്റെ 18%. അപ്പൊ 7 രൂപ. അപ്പൊ അങ്ങനെ സെബിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം ഏകദേശം ഒരു 50 രൂപയാണ് നമുക്കൊരു ഡിസ്കൗണ്ട് ബ്രോക്കറിൽ നമുക്ക് സാധാരണ ഒരു 50 രൂപയുടെ ഒരു ലോട്ട് എടുക്കുമ്പോൾ ആകെ വരണത്. ഞാൻ ഇതിൽ 75 ആണ് പെർ ലോട്ട് കാണിച്ചിട്ടുള്ളത്. ഇനിയാണ് അടുത്ത വ്യത്യാസം വരണേ. നമ്മള് 150 രൂപ വരുന്ന ഒരു 10 ലോട്ട് നിഫ്റ്റി എടുത്തു നോക്കാം. നിഫ്റ്റിയുടെ കോള് നമ്മൾ ഒരു 10 ലോട്ട് എടുത്തു നോക്കാം. അപ്പോ നമുക്ക് ഒരു ലോട്ട് എടുത്താലും 10 ലോട്ട് എടുത്താലും ഒരു ട്രേഡിന് 20 രൂപ എന്നുള്ളത് സെയിം ആണ്. നമുക്ക് അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് സെയിം ആണ്. പക്ഷേ ഇനിയാണ് അവിടെ നമുക്ക് ചേഞ്ച് വരണേ. നമ്മുടെ ടോട്ടൽ STT അത് സെൽ വാല്യൂന്റെ 0.0625% ആണ്. ഞാൻ ഏകദേശം ഒരു കണക്ക് പറയാണ്, ഏകദേശം 70 രൂപ ചാർജ് വന്നു. അവിടെ നമുക്ക് 3 രൂപ പോയുള്ളൂ, ഇവിടെ നമുക്ക് 70 രൂപ ചാർജ് വന്നു. കാരണം ഇപ്പോൾ നമ്മൾ 10 ലോട്ട് എടുത്തപ്പോൾ നമുക്ക് 150 × 10 ലോട്ട് × 75 പെർ ലോട്ട് 1,12,500 വന്നു. അപ്പൊ അതിന്റെ ടോട്ടൽ വോളിയം കൂടി, അതനുസരിച്ച് എക്സ്ചേഞ്ച് ചാർജ്, GST, നമുക്ക് സെബിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇതെല്ലാം മാറും. അപ്പോ 150 രൂപയുള്ള ഒരു 10 ലോട്ട് നിഫ്റ്റി നമ്മൾ 75 പെർ ലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം 264 രൂപ വരും. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എത്ര ലോട്ട് എടുത്താലും നമുക്ക് ബ്രോക്കറേജ് 20 രൂപയാണെങ്കിൽ 10 ലോട്ട് എടുത്താലും 1 ലോട്ട് എടുത്താലും ബ്രോക്കറേജ് 20 രൂപ. പക്ഷേ